നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊടിയ അനാസ്ഥയുടെ ഒരു ദൃശ്യം പുറത്തു വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട് കാലിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിക്ക് ICUവിൽ ചികിത്സയിൽ തുടരവേ ആ കാലിൽ ഡ്രസ് ചെയ്തിരുന്നതിൻ്റെ ഇടയിൽ നിന്ന് പുഴു വരുന്ന രംഗം ഇതേ കണ്ടേ. പുഴു വീണോണ്ടിരിക്കടി. ഇത് കണ്ട, ഇതാണ് മനുഷ്യന്റെ ജീവന് പോലെ ഇതൊക്കെ പഠിച്ചെന്ന് പറയുന്നത്. മെഡിക്കൽ എത്തിക്സ്. മോനെ ഒന്നുകൂടെ ആ ഷീറ്റ് ഒന്ന് ചേച്ചി ഷീറ്റ് ഇതൊന്ന് മടക്കാവോ? ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതൊരു ആഘോഷമാക്കി മാറ്റാമായിരുന്നു. അല്ലെങ്കിൽ ഈ കൊടിയ അനാസ്ഥ, കൊടും ക്രൂരത, അല്ലെങ്കിൽ മെഡിക്കൽ എത്തിക്സിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേവലം 2 മാസത്തിനടുപ്പിച്ചാകുന്നു ഒരു സർക്കാർ മാറിയിട്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തൊട്ട് പിന്നീട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെയില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ഇന്നലകളിൽ സിസ്റ്റത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നവർ അവർ വരുന്നു എന്നറിഞ്ഞ എങ്ങനെയാണ് ഒരു സിസ്റ്റം തകർന്ന് നാമാവിശേഷമാകുന്നു എന്നതിൻ്റെ തെളിവാണ്. കണ്ടില്ലേ, ICUവിൽ ചികിത്സയിൽ തുടർന്ന ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ജീവനക്കാർക്കിടയിൽ പെട്ടെന്നൊരു ഉദാസീനത വന്നു. ഇനി ഇതൊക്കെ മതി എന്നൊരു മനോഭാവം. കാര്യം ഇവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണല്ലോ. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരുപാട് മെച്ചപ്പെട്ടു. അവിടെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ മേഖല മുഴുവൻ മോശമാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർ അധികാരത്തിലേക്ക് വന്ന് 1 മാസം ആകുന്നതിന് മുന്നോടിയായിട്ട് ആ സിസ്റ്റം താറുമാറായ കാഴ്ചയാണ്. നമ്മൾ പറയാറില്ലേ, വിതച്ചതേ കൊയ്യത്തുള്ളൂ എന്ന്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് ആ വയോധികന്റെ മകൾ പറഞ്ഞ പ്രതികരണം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് മന്ത്രിയുടെ ചില ലീലാവിലാസങ്ങൾ കൂടിയുണ്ട്. അച്ഛൻ ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി 11:30 മണിക്കാണ് ഇത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ ICUവിലേക്ക് മാറ്റി അവിടെ കിടക്കുമായിരുന്നു. അപ്പം എൻ്റെ മോനാ കൂടെ നിൽക്കുന്നത്. അപ്പം മോൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ്റെ കാലിൻ്റെ അവിടെ ബെഡിൽ പുഴുവിനെ കണ്ട്. അങ്ങനെ മോൻ അത് കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ പുഴു വീണോണ്ടിരിക്കുകയാണ്, വെള്ളപ്പുഴു. അപ്പോൾ തന്നെ മോൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഇതേണക്ക് അച്ഛൻ്റെ കാലിൽ പുഴു ഉണ്ടെന്ന് പറഞ്ഞ് അത് കുഴപ്പമില്ല, അത് വന്നോളും, ഡ്രസ്സ് ചെയ്യാം, കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരാരും വന്ന് നോക്കേ അത് എന്താണെന്ന് പോലും ചോദിച്ചില്ല. അങ്ങനെ വീണ്ടും മോൻ ചെന്ന് പറഞ്ഞു, ഇതേണക്ക് അച്ഛന് പുഴുവാണോ നോക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു. ഒരു മരുന്ന് എഴുതി കൊടുത്ത് മോൻ വന്നത് മരുന്നും മേടിച്ച് മേളിൽ കൊണ്ട് ചെന്നു. പുറത്തുനിന്നാണോ വാങ്ങിച്ചത്? അത് ഇവിടെ തന്നെ പുറത്തുനിന്നാണ് മരുന്ന് മേടിച്ചത്. പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് അവിടെ കൊണ്ട് സിസ്റ്ററിനെ കൊടുത്തിട്ടും അവർ ആ മരുന്ന് വാങ്ങിച്ച് വെച്ചല്ലാതെ അല്ലെങ്കിൽ അത് വന്ന് നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വന്നപ്പോഴും അച്ഛൻ ആ കിടന്നടുത്ത് എങ്ങനെ അവർ കൊണ്ടുവന്ന് കിടത്തിയോ അതേപോലെ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾ വന്നത് പൊതുക്കി നോക്കിയപ്പോൾ അത് മൊത്തം പുഴുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ നിന്നൊരു ഡോക്ടർ വന്നിട്ട് ഡോക്ടറുമായിട്ട് നമ്മൾ കുറച്ച് സംസാരിച്ച് മുഷിഞ്ഞു. കാരണം ആ ഒരു അവസ്ഥയിൽ നമുക്ക് സംസാരിച്ചേ പറ്റൂ. കാരണം നമ്മുടെ അച്ഛനാണ് അവിടെ കിടക്കുന്നത്. നമുക്കത് കാണുമ്പോൾ വിഷമമുണ്ട്. ആ മനുഷ്യനെ ഒരുപാട് വേദന തിന്ന് അവിടെ കിടക്കുന്നത്. അവരൊന്നും ചെയ്തില്ല. ആ 5 ദിവസമായി അതിനകത്ത് കെട്ടിവെച്ച അത് ഒരുമാതിരി പച്ച കളറായി. 3 മണിക്ക് ഇറക്കി അച്ഛനെ ഇപ്പം 8:30 മണിക്കാണ് ഇപ്പം ഈ ക്ലീൻ ചെയ്യാൻ. അത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ വന്നില്ല, ഇത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അതും ചെയ്യില്ലായിരുന്നു. അവിടെ അച്ഛൻ അത് അവിടെ തന്നെ കിടന്ന് പുഴുവരിച്ച് അവിടെ കിടന്നേനായിരുന്നു. കേട്ടല്ലോ, എല്ലായിടത്തും ശാന്തമാണല്ലോ. വലിയ വാർത്താ ചർച്ചകൾ നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ തെരുവിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കാണുന്നുണ്ടോ? KSUക്കാരെ കാണുന്നുണ്ടോ? എന്തിനേറെ പറയുന്നു MSFകാരെ, മറ്റേതെങ്കിലും ഇടതുവിരുദ്ധർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സോഷ്യൽ മീഡിയ എടുത്ത് പരതി നോക്കിയേ. ഈ അനാസ്ഥയെക്കുറിച്ച് വാ തുറക്കാത്ത ആൾക്കാരെ കണ്ടില്ലേ? എന്താ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇതൊക്കെ ഇങ്ങനെ നന്നായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അധികാരത്തിൽ വരില്ല, അതൊക്കെ തകർക്കണം. ആ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സ്വകാര്യ ആശുപത്രി കുത്തകളിൽ നിന്ന് പണം വാങ്ങി ഇവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം എന്താണ് എന്നതിന് ശേഷം ഇവർ വരുന്നു എന്നറിഞ്ഞപ്പോൾ ജീവനക്കാരെല്ലാം ഇനി അയഞ്ഞ മട്ടാണ്. ഇതൊക്കെ മതി എന്ന മനോഭാവത്തിലേക്ക് അവർ എത്തി. ആ സിസ്റ്റത്തെ തകർത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക് ജനങ്ങളുടെ പോക്കറ്റ് കീറാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പാമ്പ് കടിയേറ്റു. മറ്റൊരിടത്ത് പാമ്പ് കടിച്ച് ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ, മലപ്പുറത്ത് സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോ എന്നാണ് പറഞ്ഞത്. ഇവിടെ ചികിത്സയൊന്നും ഇല്ല എന്നൊരു ഡോക്ടർ പറഞ്ഞ വാർത്ത പുറത്തു വന്നു. കട്ടിലിൽ നിന്ന് രോഗി വീണ് മരിക്കുന്നു. എത്ര സംഭവങ്ങൾ ബാക്ക് ടു ബാക്ക് വന്നു. നിങ്ങൾ ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് വലിയ വാർത്താ ചർച്ചകളോ അല്ലെങ്കിൽ മന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും വിമർശനങ്ങളുണ്ടോ? മന്ത്രി എന്ത് പറഞ്ഞാലും ആ തലയാട്ടിയിട്ട് പോകുന്ന ആ ഒരു സമീപനം കാണുമ്പോൾ ഇന്നലകളിൽ ഇതേ മന്ത്രി ഇതേ സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർക്കണം. ഇതാണ് ഒറ്റപ്പെട്ട സമരം, ഒറ്റപ്പെട്ട സംഭവം.
അമ്പേ പരാജയം. ഒരു മന്ത്രി എന്നാണ് കേരളത്തിൽ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്കുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റു. പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ ശ്രേയയുടെ കാലിൽ പാമ്പ് കടിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ റിപ്പോർട്ട് തേടുന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംഭവത്തിൽ ഡോക്ടർമാർക്ക് പറയാനുള്ളത് കൃത്യമായി കേൾക്കും. ആരോഗ്യവകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ആ വകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നാണ് സംശയം. ഇന്നൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, രോഗം വന്ന രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അമ്പേ പരാജയം. ഒരു മന്ത്രി എന്നാണ് കേരളത്തിൽ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്കുള്ളത്. കണ്ടല്ലോ, കേട്ടല്ലോ. എന്നിട്ട് നിങ്ങൾ പറ, അതേ വ്യക്തി വന്നതിന് ശേഷം സിസ്റ്റം പ്രോപ്പർ ഉടനടി ആകേണ്ടത് എങ്ങനെയാണ്? എല്ലാം കൃത്യമായി പ്രവർത്തിക്കണം. ICUവിൽ കിടന്ന രോഗിയുടെ കാലിൽ പുഴു കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ വരുത്തിയ കൊടിയ വീഴ്ചയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. ICUവിൽ നിന്ന് പുറത്തെത്തിച്ചപ്പോൾ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഈ വേദന തിന്നുന്ന അവസ്ഥ പുറം ലോകം അറിഞ്ഞു. അതിനെ കൃത്യമായി ഡ്രസ് ചെയ്യാതെ ക്ലീൻ ചെയ്യാൻ പോലും ഒരു സംവിധാനമില്ലാത്ത രീതി ആയിരുന്നോ സർക്കാർ ആശുപത്രികൾ? അപ്പോൾ സംവിധാനങ്ങളെല്ലാം തകർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും ഒരു വേദനയില്ല. കേരളത്തിലെ മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം വീണ ജോർജിനെ കൊത്തിപ്പറിച്ചതിന്റെ 4 അംശം ഒരു വിമർശനമായിട്ട് മന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നുണ്ടോ? മന്ത്രി പറയുന്ന വാചക കസർത്തുകളെല്ലാം ആഘോഷപൂർവ്വം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ അതിനകത്ത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്ന കൊടിയ അനാസ്ഥകൾ, കൊടിയ വീഴ്ചകൾ, പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടേണ്ട ചികിത്സകളിലെല്ലാം ഇമാതിരി കൊടിയ അലംഭാവം കാട്ടുമ്പോൾ അതിനെതിരെ വാ തുറക്കാത്ത മാധ്യമ നീതികേട് കൂടി ഇതിനോടൊപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കാര്യമേ പറയാനുള്ളൂ, വാചക കസർത്ത് കൊണ്ട് ഈ നാട്ടിൽ ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ലെന്ന് ഇത്രയും കാലം പുറത്തു നിന്ന് ഡയലോഗ് അടിച്ചവർ വന്ന ഉടനെ തെളിയിക്കുകയാണ്. എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റം ചാരുമ്പോൾ ഇന്നലകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് ആലോചിക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ ചികിത്സാ പിഴവുകൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് മന്ത്രിയുടെ തലയിൽ വെച്ച് മന്ത്രിയെ വേട്ടയാടിയവർ, സർക്കാരിനെ വേട്ടയാടിയവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്കെതിരെ പോലും നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒത്തൊരുമ എന്താണെന്ന് നാട് കാണേണ്ടതാണ്.